കോഴിക്കോട് നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയോ നേപ്പാളിൽ നിന്നുള്ള WWF ട്രെയിനറുടെയും നേതൃത്വത്തിൽ 3 ദിവസത്തെ വൈറ്റ് വാട്ടർ ലൈഫ് സേവിംഗ് പരിശീലനം സംഘടിപ്പിച്ചു. പ്രകൃതി ദുരന്തങ്ങളും അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായാൽ അടിക്കടി ഭീഷണിപ്പെടുന്ന കാലത്ത് കുത്തൊഴുക്കുള്ള വെള്ളത്തിലും ജീവൻ രക്ഷിക്കാൻ ഫയർഫോഴ്സ് സേന സജ്ജമാകുക എന്നാണ് ലക്ഷ്യം. ഇരുവഴിഞ്ഞി ചാലിയാർപ്പുഴ നടക്കുന്ന ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് പരിശീലനം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 20 അംഗ ഫയർ ആൻഡ് സേഫ്റ്റി റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങൾക്കാണ് 3 ദിവസത്തെ വിപുലമായ വൈറ്റ് വാട്ടർ പരിശീലനം നൽകിയത്. നേപ്പാളിൽ നിന്നുള്ള പ്രമുഖ ട്രെയിനറായ വിഷ്ണു ഗുരുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനം. കയാക്കിംഗ് മത്സരത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമായിട്ടല്ല ഈ പരിശീലനം. ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തിലും ഉരുൾപൊട്ടലോ പ്രളയമോ ഉണ്ടായാൽ കുത്തൊഴുക്കുള്ള വെള്ളത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആളുകളെ രക്ഷിക്കാൻ നമ്മുടെ ഫയർഫോഴ്സിനെ സജ്ജമാക്കുക എന്നുള്ള വലിയ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. നമ്മൾ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഒരു ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ എവിടെയും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം പോലുള്ള സമയങ്ങളിൽ ആളുകളെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുള്ള ട്രെയിനിങ് ആണ് നമ്മുടെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ടീമുകൾക്ക് നൽകിയത്. റിവർ ഫെസ്റ്റിവലിലെ കയാക്കന്മാർക്ക് സുരക്ഷയൊരുക്കുന്നതിനോടൊപ്പം പരിശീലനം ലഭിച്ച ഈ 20 അംഗങ്ങൾ കൂടി കേരളത്തിലെ മറ്റ് ഫയർഫോഴ്സ് ട്രെയിനർമാർക്കും സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കും ഈ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൈമാറാൻ സാധിക്കും. സ്വയം സുരക്ഷിതരായിരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാമെന്നതിലാണ് പരിശീലനത്തിൽ പ്രധാനമായും ഊന്നൽ നൽകിയിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് ഏറെ അപകടം നിറഞ്ഞതാണ്. സ്വന്തം ജീവൻ അപകടത്തിലാക്കാതെ സ്വയം രക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ മറ്റുള്ളവരെ എങ്ങനെ സുരക്ഷിതമായി കരക്കെത്തിക്കാം എന്ന അത്യാധുനിക രീതികളാണ് ഈ പരിശീലനത്തിൽ നൽകിയിട്ടുള്ളത്. They will not get too much hurt in case if they swim. I think we will be able to get them to the shore without any injuries. That's what we're trying, and to keep ourselves safe and our team. ദുരന്തമുഖങ്ങളിൽ പ്രതീക്ഷയുടെ വെളിച്ചമായി മാറുന്ന ഫയർഫോഴ്സ് ടീമിന് ഈ പുതിയ പരിശീലനം വരും ദിവസങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയൊരു കരുത്തായി മാറും. കൈരളി ന്യൂസ്, കോഴിക്കോട്.